നമ്മുടെ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മുടെ അനിൽ മുഹമ്മദ് സാഹിബിന്റെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരുന്ന സമയത്ത് അദ്ദേഹത്തിന് നമ്മുടെ കിതാബിന്റെ പേജുകളൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടായിരുന്നു ആ വീഡിയോ ക്ലിപ്പ് ഇറക്കിയത്. അതായത് ഖുമനൈ എന്ന് പറയുന്ന അവരുടെ ഇറാനിലെ നേതാവ്, അദ്ദേഹത്തിന്റെ ബോഡി ഇപ്പോഴും സംസ്കരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം അവിടുത്തെ യുദ്ധങ്ങൾ, അന്തരീക്ഷങ്ങൾ നിന്നു കഴിഞ്ഞാലേ അദ്ദേഹത്തെ മറമാടുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. വല്ലാഹു അലം. അതിന്റെ മുന്നേ നിങ്ങൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയാണോ എന്നാണ് അനിൽ മുഹമ്മദ് സാഹിബ് നമ്മോട് ചോദിച്ചത്. ആ മയ്യത്ത് മറവാടിയിട്ടില്ല. അതിനു മുമ്പേ നിങ്ങൾക്ക് വ്യഗ്രത മുഴുവൻ എന്താ അല്ലേ? അദ്ദേഹത്തിന് ആ ക്ലിപ്പ് കിട്ടി. ആ ക്ലിപ്പിന് അദ്ദേഹം ഇന്നലെ നമുക്ക് മറുപടി തന്നു. ആ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞെന്താണ്? അദ്ദേഹത്തോട് സ്നേഹത്തോടു കൂടി നമുക്ക് പറയാനുള്ളത്, നിങ്ങളെ മറുപടി ആയിട്ടില്ല, അതൊരു മറുപടി ആയിട്ട്. കാരണം കിതാബിന്റെ പേജ് വായിച്ച് നിങ്ങളെപ്പോലെ കേടുവരാൻ ഞാനില്ല എന്ന് ഉപ്പര് പറഞ്ഞു. എൻ്റെ സഹോദര, ഇനി ഞാനിവിടെ കിതാബ് തുറക്കാത്ത ഒരു കുഴപ്പമേ ഉള്ളൂ. ഇനി ഞാൻ കൂടി കിതാബ് തുറന്നിട്ട് എന്ത് കാര്യമാണ് സഹോദര? നിങ്ങൾ തുറന്ന കിതാബ് ഒരിക്കലും തുറക്കരുത്. കാരണം നിങ്ങളെപ്പോലെ ആകുമെങ്കിൽ അങ്ങനെ തുറക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. പണ്ടൊരു കുറുക്കൻ ഇങ്ങനെ മുന്തിരിമൊക്കെ നോക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞു. കുറേ ചാടി നോക്കി, കുറേ കയറി നോക്കി, കുറുക്കന് കിട്ടണില്ല. അവസാനം കുറുക്കൻ പറഞ്ഞ ഭയങ്കര പുളിയാണ്. നമ്മൾ ഇന്നലെ കിതാബിന്റെ പേജുകൾ വരെ ആ സ്ക്രീനിൽ ഇങ്ങനെ നമ്മൾ എണ്ണിപ്പറഞ്ഞ പേജുകൾ വരെ അതിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ട് കാണിച്ച ആൾക്ക് അയച്ചു കൊടുത്തപ്പോൾ അയാൾ പറയണത്, കിതാബ് വായിച്ചവരൊക്കെ കേടുന്നിട്ടുള്ളൂ. കണ്ടില്ലേ നൗഷാദ് ഹസനിയെ കണ്ടില്ലേ? എന്താ നൗഷാദ് ഹസനി കരിവട്ടൂരിയോ? പുള്ളിയുടെ ഉണ്ട് കിതാബ്. നിങ്ങളെ കൂട്ടത്തിൽ കുറെ മുജാഹിദീങ്ങളെ കണ്ടില്ലേ? അതുകൊണ്ട് കിതാബ് പഠിക്കാൻ ഞാനില്ല, ഞാൻ സംസ്കാരമുള്ളവനാണ്. സംസ്കാരമുള്ള അനിൽ മുഹമ്മദ് സാഹിബി നമ്മളെ വിളിച്ചെന്താ? പാസ്റ്റർ. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററെ കാണാനിടയായി. ദേ ഇതാണ് ആ പാസ്റ്റർ, പാതിരി. അപ്പൊ കിതാബ് പഠിക്കാത്ത ഒരാളുടെ സംസ്കാരമാണത്. അപ്പൊ അദ്ദേഹത്തിന്റെ വാദപ്രകാരം അദ്ദേഹം പറയുകയാണ്, ഇവിടെ ഞാൻ സുന്നികൾ അംഗീകരിക്കും, മുജാഹിദികൾ അംഗീകരിക്കും, ഖാദിയാനികൾ അംഗീകരിക്കും. എനിക്കിപ്പോ സുന്നിയെ കണ്ടാലും മുസ്ലിമായിട്ട് തോന്നും, ജമാഅത്ത് ഇസ്ലാമിയെ കണ്ടാലും മുസ്ലിമായിട്ട് തോന്നും, പിന്നെ മുജാഹിദിനെ കണ്ടാലും മുസ്ലിമായിട്ട് തോന്നും, അതിലേത് വിഭാഗത്തെ കണ്ടാലും മുസ്ലിമായിട്ട് തോന്നും. എന്ന് മാത്രമല്ല, ഇനി ഷിയയിലോ അല്ലെങ്കിൽ ഷിയിലോ അല്ലെങ്കിൽ അഹമ്മദിയ വിഭാഗത്തിലോ ഒക്കെയുള്ള ആളുകളുടെ നന്മയുണ്ടെങ്കിൽ ആ നന്മ പറയുന്നതിനും എനിക്ക് ഒരു ഭയവും ഇല്ല. വിശാല ഹൃദയനാണ്. ആരെയെങ്കിലും കാണുമ്പോഴേക്ക് വള്ളിയില്ലാത്ത ട്രൗസർ ഉരിച്ചാടുന്നത് പോലെ നഷ്ടപ്പെട്ടു പോകുന്നതല്ല എൻ്റെ ഈമാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഇല്ല, വള്ളിയില്ലാത്ത നിക്കർ പോലെ അങ്ങ് ഊരിപ്പോകുന്നതാണ് എൻ്റെ ഈമാൻ, എൻ്റെ ഉറച്ച വിശ്വാസം, എൻ്റെ അള്ളാഹുവിലുള്ള വിശ്വാസം, എൻ്റെ പ്രവാചകനോടുള്ള ഇഷ്ടം, സ്നേഹം എന്നൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. നിങ്ങൾ നിർത്തിയാളിയും അനിൽ മുഹമ്മദ് സാഹിബ്, നിങ്ങൾ നമ്മളെ തോണ്ടിയോണ്ടാണ് നമ്മളൊന്ന് തോണ്ടിയത്. നമ്മളിവിടെ ഒരു മുക്കിൽ പാവായിട്ട് ക്ലാസ് എടുത്ത് പോകുമ്പോൾ ഇത്ര ക്ലിപ്പ് മുറിച്ചിട്ട് നിങ്ങൾ കളിച്ചപ്പോൾ നമ്മളൊന്ന് തോണ്ടി. അപ്പൊ നിങ്ങൾ പറഞ്ഞെന്താ ഞാൻ ആ കളിക്കില്ല, നിങ്ങളാ കളി തുടങ്ങിയത്. മൂപ്പരനെ വിസിലൂതി നിർത്തിപ്പോവുകയാണ്. ആ സംഗതിക്ക് കഴിയില്ല എങ്കിൽ അതിന് നിൽക്കാൻ പാടില്ലായിരുന്നു. ഇപ്പൊ പറയണെന്താ? കിതാബ് ഉദ്ധരിച്ച് സംസാരിക്കാൻ ഞാനില്ല എന്നാണ് അല്ലേ? മാത്രല്ല അദ്ദേഹം പറയുകയാണ്, നമുക്ക് അദ്ദേഹത്തോട് എപ്പോഴും ചോദിക്കേണ്ടത്, അനിൽ മുഹമ്മദ് സാഹിബേ, നിങ്ങളെല്ലാവരെയും അംഗീകരിക്കുന്ന വിശാല ഹൃദയനാണല്ലോ, നിങ്ങൾക്ക് എന്തേ സഹാബത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറ്റപ്പെടുത്തിയ ആ ഖുമൈനിയെ കുറിച്ചൊരു വാക്ക് പറയാൻ നാവ് പൊന്തുന്നില്ലേ? ദിനേനയൊന്നോണം 3 നേരം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇറക്കുന്ന ആളാണ് അദ്ദേഹം. ഇതെല്ലാം ഒരു 10 മിനിറ്റ് സംസാരിച്ച് 5 മിനിറ്റ് ചിരിയാണ്. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, അത് അദ്ദേഹത്തിന്റെ പ്രകൃതിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ സംസാരത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തേണ്ടിയിരുന്ന എന്താണ്? അങ്ങനെ സഹാബത്തിനെ ഖുമൈനി എഴുതിയ കിതാബിലുണ്ട് എങ്കിൽ അദ്ദേഹത്തെ ഷഹീദാക്കാൻ ഞാനുമില്ല എന്നല്ലേ പറയേണ്ടത്? എന്നിട്ട് അദ്ദേഹം നമ്മോട് ചോദിച്ചെന്താ, നിങ്ങൾ ചെഗുവേരയെ ഷഹീദ് എന്ന് വിളിക്കോ, ഷഹീദല്ല എന്ന് പറയോ? ഇനി ഈ ആള് പറഞ്ഞല്ലോ അനിൽ മുഹമ്മദിനോട്, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ചെഗുവേരയെ ഷഹീദായിട്ട് അംഗീകരിക്കുമോ? രക്തസാക്ഷിയായിട്ട് നിങ്ങളുടെ കിതാബ് പ്രകാരം ഇല്ലായിരിക്കും. നിങ്ങൾ ഭഗത് സിംഗിനെ ഷഹീദായിട്ട് അംഗീകരിക്കുമോ? കിതാബ് പ്രകാരം, ഈ മൊയ്ലിയാരി തുറന്ന കിതാബ് പ്രകാരം അംഗീകരിക്കാനൊക്കത്തില്ല. അതിൻ്റെ ഉസൂലുകൾ ഒത്തുവരത്തില്ല. പക്ഷെ നിങ്ങളത് പരസ്യമായിട്ട് പറയുമോ അവർ ഷഹീദല്ല? പറയും അനിൽ സാഹിബേ, അത് ഷഹീദല്ല. ചെഗുവേരയെ നിങ്ങൾ ഷഹീദല്ല എന്ന് പറയും. എന്തിനാണ് അയാളെ ചോദ്യം ചോദിച്ചു? എനിക്ക് മനസ്സിലായില്ല. ഞാൻ സത്യം പറഞ്ഞ അതിനെക്കുറിച്ച് കുറേ ആലോചിച്ചു, എനിക്ക് മനസ്സിലാവണില്ല. ചെഗുവേര ഷഹീദല്ല നിങ്ങൾ പറയും, 10 വട്ടം പറയും, 100 വട്ടം പറയും. ചെഗുവേരയെ അംഗീകരിക്കുന്ന ആൾക്കാർ അയാൾ രക്തസാക്ഷി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ദീനിന്റെ പേരിൽ അയാൾ രക്തസാക്ഷി എന്നല്ല. ഖുമൈനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ശത്രുവാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ നാട് നേരിടുന്ന അക്രമം അത് പൊതുശത്രുവായ ഇസ്രായേൽ ചെയ്യുന്ന ചതിയാണ്, വഞ്ചനയാണ്. നമ്മൾ എന്തിനാ മറുപടി പറഞ്ഞത്? മുസ്ലിങ്ങളിൽപ്പെട്ട പൊതുധാരയിലുള്ള ചില പണ്ഡിതന്മാർ അദ്ദേഹത്തെ ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർത്തിയപ്പോൾ ഇല്ല, അതൊക്കെ ഹംസമാർ കയറിപ്പോയ പദവിയാണ്, ഉമർ ബിൻ ഖത്താബുമാർ കയറിപ്പോയ പദവിയാണ്, മക്കയുടെ പരിമളമായ മിസ്അബ് ബിൻ ഉമൈറുമാർ കയറിപ്പോയ പദവിയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഹിജറക്ക് പോയ അബൂബക്കർ റളിയല്ലാഹു ചീത്ത പറഞ്ഞ അദ്ദേഹം എങ്ങനെ ഷഹീദാവും കൂട്ടരെ? അതിന് അദ്ദേഹത്തിന് പ്രശ്നേ ഇല്ല.
നമ്മൾ വ്യക്തമായി കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതൊരു മറുപടി ഒന്നുമല്ല, അദ്ദേഹത്തോട് സ്നേഹത്തോടു കൂടി നമ്മൾ കാര്യം ഉണർത്തി എന്ന് മാത്രം. ഈ പരിപാടി നമ്മളിവിടെ നിർത്തിയിരിക്കുകയാണ്. നിങ്ങളോട് മുട്ടാൻ നമ്മളില്ല. കാരണം നിങ്ങൾക്ക് കിതാബുമായിട്ട് ബന്ധമല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ സംസാരത്തിനില്ല അല്ലേ? നിങ്ങൾക്ക് എല്ലാറ്റിനും ഒരു തളപ്പ് മതിയായിരിക്കും, നമുക്കത് പോരാ. നിങ്ങൾക്ക് കാദിയാനികൾ ഉൾക്കൊള്ളാനും ഈ എരപ്പൻ്റെ അരിക്കോട്ട എടുക്കണം നിങ്ങൾ. അതിൻ്റെ പ്രത്യേകത എന്താ? എരക്ക മോണൻ്റെ കയ്യിലൊരു കൊട്ട ഉണ്ടാവും. അതിക്ക് തന്നെയാണ് നജ്മിൻ്റെ വീട്ടിൽ പോയ ബോധനരി കൊടുക്കും, ഷുക്കൂർ ഖാൻ്റെ വീട്ടിൽ പോയാൽ നെയ്ച്ചോറരി കൊടുക്കും, അപ്പുറത്ത് അഹമ്മദ് ഖാൻ്റെ വീട്ടിൽ പോയാൽ ചിലപ്പോൾ വേറെ അരി ആയിരിക്കും കൊടുക്കുക. ഒക്കെ ഇടുന്ന ഒരേ കൊട്ടയ്ക്കാണ്. അങ്ങനെ എല്ലാം സ്വീകരിക്കാൻ പറ്റിയ കൊട്ടയല്ല നമ്മൾ. നമുക്കൊരു വ്യക്തമായ ട്രൂ പാത്ത് ഉണ്ട്. ആ പാത്തിൻ്റെ പേരാണ് സിറാത്തുൽ മുസ്തഖീം. അതിൽ പെടാനൊക്കെ ശ്രമിക്കുന്ന പാവങ്ങളാണ് ഞങ്ങൾ വെറുതെ വിട്ടാളി. നിങ്ങളെല്ലാ തിളപ്പിച്ച് എല്ലാം കയറിക്കോളി. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. നമുക്ക് സിറാത്തുൽ മുസ്തഖീം സഹാബത്ത് മനസ്സിലാക്കിയതിനെ കിതാബുകളിൽ നിന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ മൂരി പാത്രക്കടി കയറി പോലെ ഇടിച്ചു പൊളിക്കാൻ ഇജ്തിഹാദിന്റെ ടീമല്ലത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള മാർഗരേഖകളുണ്ട് എന്ന് അദ്ദേഹത്തോട് സ്നേഹത്തോടെ പറയാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് വിയോജിപ്പൊന്നുമില്ല. അദ്ദേഹം ഇടപെട്ടപ്പോൾ നമ്മളൊന്ന് ഇടപെട്ടു എന്ന് മാത്രം. അള്ളാഹു അദ്ദേഹത്തിനും സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ വജു ഉദ്ദേശിച്ച് ഒരുമിച്ച് കൂടി നമുക്കെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വലിയ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബ് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ.